വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ പ്രവർത്തനങ്ങൾ കൂടിയാണ് എന്ന് പറയുന്നത് നമുക്കേറെ അഭിമാനമുണ്ട്. അങ്ങനെ നിരന്തരമായ പ്രവർത്തനങ്ങൾ ആ ഒരു ഇരുണ്ട കാലഘട്ടത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നമ്മളെ ആനയിക്കുന്നതിന് വേണ്ടി ഈ സമൂഹത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രം നമ്മളോട് പറയുന്നത്. നമ്മൾ പറഞ്ഞു നവോത്ഥാനം ഉണ്ടായി. എന്താണ് നവോത്ഥാനം? ആ നവോത്ഥാനം ഉണ്ടായത് തമസോമ ജ്യോതിർഗമയ എന്ന ഏറ്റവും ആത്യന്തികമായ, അല്ലെങ്കിൽ ഏതൊരു വിശ്വാസിയും ഏത് മതത്തിൽ വിശ്വസിക്കുന്നവർക്കും മനസ്സിന്റെ അടിത്തട്ടിൽ എന്നും ഒരു പ്രാർത്ഥന വചനം പോലെ നമുക്ക് സൂക്ഷിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തമസോമ ജ്യോതിർഗമയ. അത് വിശ്വാസികളായിട്ടുള്ളവർക്ക് മാത്രമല്ല, ഈശ്വരവാദികൾക്കും മനസ്സിന്റെ പ്രാർത്ഥനയായി എപ്പോഴും ഉരുവിടാവുന്നതോ അല്ലെങ്കിൽ പ്രവർത്തിക്കാവുന്നതോ ആയിട്ടുള്ള കാര്യമാണ്. എന്നെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിച്ചത്. എങ്ങനെയാണ് നമ്മൾ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കപ്പെട്ടത്? അതൊരു ചെറിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അങ്ങനെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിച്ചപ്പോഴാണ്, അക്ഷരത്തിന്റെ വെളിച്ചത്തിലൂടെ നമ്മൾ നയിക്കപ്പെട്ടപ്പോഴാണ്, വിദ്യാഭ്യാസം നേടുന്നതിനുള്ള അവകാശം നമ്മൾ നേടിയെടുത്തപ്പോഴാണ്, പിന്നീട് ഇപ്പോൾ 75 വർഷങ്ങൾ പൂർത്തീകരിച്ച റിപ്പബ്ലിക്, നമ്മുടെ ഭരണഘടന, ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഈ ഇന്ത്യയിൽ പ്രാവർത്തികമായപ്പോഴാണ് ഒരവകാശം പോലെ നമുക്കെല്ലാം ഇത് ലഭിച്ചത്.